വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അപ്പോൾ മക്കളെ, നമ്മുടെ ആ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായല്ലേ. അപ്പോൾ നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ് മോർ ലൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്ന മിസ്സിൻ്റെ കുട്ടികൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വേറൊന്നുമല്ല, നമുക്കൊരു കുഞ്ഞി പോയിന്റ് തന്നിട്ടുണ്ടാവും കേട്ടോ, ഒരു കുട്ടി പോയിന്റ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ 4 വരികളോ അല്ലെങ്കിൽ 6 വരികളോ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വരികൾ നോക്കിയിട്ട് അതുപോലെ ബാക്കി വരികൾ എഴുതുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എപ്പോഴും ചോദിക്കാറില്ലേ. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേടാ, ഇവിടെ ഒരു ഉറുമ്പ് ചേട്ടൻ ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ ഈ ഉറുമ്പ് ചേട്ടൻ പാടാണ് ആം ആൻ ആൻഡ് ലാ ലാ ലാ. ഞാനൊരു ഉറുമ്പാണ് ലാ 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 എന്ന് പറയാണല്ലേ. ഐ കൻ വോക്ക് ലാ ലാ ലാ. എനിക്കിതാ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ്. അപ്പൊ ഇത്രയും വരികൾ നമുക്ക് തന്നിട്ടുണ്ടേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആഡ് മോർ ലൈൻസ് ആണ്. ബാക്കിതാ ഇവിടെ ഒരു പൂച്ചക്കുട്ടി തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി വരികൾ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ആം ആൻ ആൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ആൻഡിന് പകരം ആരെയാ തന്നിട്ടുള്ളത്, ഒരു പൂച്ചേനെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ആം എ ക്യാറ്റ് അല്ലെ. ആൻഡിന് പകരം ആം എ ക്യാറ്റ് ലാ 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 എന്ന് പറയാം അല്ലെ. ഇവിടെ ഐ ക്യാൻ വോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൂച്ചയ്ക്ക് നടക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ക്യാൻ വോക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഐ ക്യാൻ വോക്ക് എന്ന് തന്നെ എഴുതണമെന്നില്ല, വേറെ എന്തെങ്കിലും നമുക്ക് മാറ്റി എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ക്യാൻ മ്യാവ് അല്ലെ. എനിക്കിതാ മ്യാവ് എന്ന് പറയുന്ന ശബ്ദം വെക്കാൻ പറ്റും. ലാസ്റ്റ് എന്താ, ലാ ലാ ലാ. അപ്പൊ അങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോം കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല, ഇവിടെ വേറൊരാളെയും കൂടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആം എ ഡക്ക്. ഇതൊരു താറാവല്ലേ. താറാവിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ, DUCK, ഡക്ക്. ആം എ ഡക്ക് ലാ ലാ ലാ. ഐ ക്യാൻ. ഡക്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഡക്കിന് നടക്കാൻ പറ്റും അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡക്കിന് നീന്താൻ പറ്റും. ഐ ക്യാൻ വോക്ക്, ഐ ക്യാൻ സ്വിം ലാ 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പോം കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇതുപോലെ ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതേ പോകാൻ തന്നെ തരണമെന്നില്ല, ഇതുപോലെ 4 വരി കവിത തന്നിട്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള ബാക്കി വരികൾ എഴുതാൻ എപ്പോഴും മിസ്സിന്റെ കുട്ടികളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ and take care.